ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓ ഓക്കെ. നിങ്ങളുടെ ആളുടെ ഓക്കെ. അതായത് നമ്മൾ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയില്ലേ. അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ മിന്നാമിന്നിയാണെങ്കിൽ മിന്നിക്കൊണ്ടിരിക്കും, പക്ഷെ അത് ഗോൾഡ് ആണോ? അല്ല. അത് ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കും, പക്ഷെ അത് മിന്നാമിന്നിയാണ്, അത് ഗോൾഡ് അല്ല. ഇത് മിന്നാമിന്നിയുടെ പുറകെ പോയ മച്ചമ്പിയാണ്. മിന്നാമിന്നിയുടെ പുറകെ എന്താ പറയാ, ഫ്ലൈറ്റ് എടുത്തു പോയതാണ്. വെച്ച് പിടിപ്പിച്ച് ചെന്ന് പണി മേടിച്ച ആള് തന്നെയാണ്. പക്ഷെ ഇയാൾ ചെയ്യുന്ന പരിപാടികൾ അല്ലെങ്കിൽ ഇയാളുടെ ജീവിതത്തിൽ നടക്കുന്നത്, ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അത് ആ വ്യക്തി അവർക്ക് ഒരു വഴികാട്ടീനെ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി അവർക്ക് ഒരു സുന്ദരി, സുമുഖ, കോമള, തങ്കമ്മ അങ്ങനെയുള്ള ആളുകളെ പോലെ തോന്നി. അവര് എല്ലാ രീതിയിലും മറ്റുള്ളവരെക്കാളും ഒരു പടി മുന്നിൽ, അല്ലെങ്കിൽ ഒരു 100 പടി മുന്നിലാണ് ഇവരുടെ ജീവിതത്തിൽ ഈ വ്യക്തികൾക്ക് വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം. പക്ഷെ അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാജ്വലി ആ ദാരിദ്ര്യം ഇങ്ങനെ ഏറ്റുമേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവര് തന്നെയാണ് വാ 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 എന്നാ ഞങ്ങളുടെ എൻ്റെ ഉണ്ട്, ഇതൊക്കെ എടുത്തോ, ഞാൻ നിങ്ങൾക്ക് എല്ലാം തരാം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കൂടെ കൂടിയുള്ളവര് തന്നെ ഇവരെ ഇങ്ങനെ മാന്തി പിടിക്കുക. ഈ നമ്മളെ ഈ മാവിലൊക്കെ ഇത്തിക്കണ്ണിയൊക്കെ പിടിക്കൂലേ? ഇത്തിക്കണ്ണി എന്ന് പറയുമ്പോ അത് നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് എനിക്കറിയില്ല, കൊച്ചിയിൽ അത് ഇത്തിക്കണ്ണി എന്നാ പറയുന്നത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞാ അതിന്റെ നീരും അതിന്റെ വളം, സത്ത്, അതിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും വലിച്ചെടുത്തോണ്ടിരിക്കും. മനസ്സിലായോ? നമ്മളിപ്പോ അതിൽ ഇപ്പൊ മാവിന്റെ അണ്ടറിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും വളം ഒഴിച്ചാലും ഈ ഇത്തിക്കണ്ണി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പണിയൊന്നും കൊടുക്കാതെ നൈസായിട്ട് ഇങ്ങനെ ചുറ്റി പിടിച്ചിരുന്നിട്ട് എല്ലാ രീതിയിലും ഇങ്ങനെ വലിച്ച് അബ്സോർബ് ചെയ്ത് എടുത്തോണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പക്ഷെ മച്ചമ്പി അറിയുന്നില്ല, അവരെ യൂസ് ചെയ്യുക. അവര് ഈ കൂടെ നിൽക്കുന്ന വഴികാട്ടി എന്ന് പറയുന്ന ആള് ഇവരെ യൂസ് ചെയ്യുകയാണെന്ന് മച്ചമ്പി അറിയുന്നില്ല. മച്ചമ്പി ഇപ്പോഴും വലിയ പ്രതാപത്തിലിരിക്കുകയാണ്. ഈ 500 ആനോടാണോടാ നിന്റെ കളി, അതല്ലല്ല, നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്നും പറഞ്ഞ് മച്ചമ്പി ഇപ്പോഴും ഇരിക്കണേണ്. ഞാനൊരു ചെങ്കോലും എനിക്കെല്ലാ അധികാരങ്ങളും ഉള്ള ഞാനൊരു വലിയൊരാളാണ്, എന്നെ ഒരാൾക്കും പറ്റിക്കാൻ പറ്റില്ല, എന്നെ ഒരാൾക്കും ഒരു പരിപാടി എൻ്റെ അടുത്ത് നടക്കൂല, എനിക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയാം, ഏതൊരു കാര്യം നിങ്ങളെടുത്തിടൂ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം, എനിക്ക് പല കാര്യങ്ങളും, എനിക്ക് കുറ്റം ഏതാണ് ശരി ഏതാണ് തെറ്റേതാണെന്ന് എല്ലാം എനിക്കറിയാം. ഒന്നും അറിയില്ല. അതറിയാന്നുള്ള ധാരണ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നും അറിയില്ല. ദേഷ്യത്തിലൊക്കെ ഭയങ്കര നമ്പർ 1 ആണ്. ഐഡന്റിറ്റിക്ക് മോശമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. കാരണം എല്ലാം അറിയാന്നാണ്. പക്ഷെ ഇവരുടെ കൂടെ, അതായത് ഇവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാളെടുത്താൽ അങ്കക്കലിയാവും.
അല്ലെങ്കിൽ ഇവരെന്ത് തെറ്റ് ചെയ്താലോ, അയ്യോ ചേട്ടൻ ചെയ്ത തെറ്റ് അടിപൊളിയാണ്, മനോഹരമാണ്, ഭയങ്കരമാണ്, അയ്യോ ഇനി ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവരെയൊക്കെ കയ്യിൽ കൂട്ടും. എന്തെങ്കിലും തെറ്റുകളൊക്കെ തിരുത്താനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർന്നു, അവരുടെ കാര്യം തീർന്നു. അവര് പിന്നെ ഇല്ല, അവരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് അവരെ തീർത്തു കളയും. അവരെ തീർത്തു കളയുന്ന ആളാണ്. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളെ ശരിയാക്കി കൊടുക്കുന്നവരെ മനസ്സിലാക്കാതെ പോയി. ഇപ്പൊ നിങ്ങളെ മനസ്സിലാക്കാതെ പോയി, എന്നിട്ട് ഈ മിന്നാമിന്നിയുടെ പുറകെ പോവുക. അതായത് ഇവരെ യൂസ് ചെയ്യുകയാണെന്നുള്ള ഒരു ധാരണ മച്ചമ്പിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. മാനസികമായിട്ടും ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് എറിഞ്ഞ് മീൻ പിടിക്കുകയാണ്. അവരെ എറിഞ്ഞു, അപ്പൊ വലിയ രീതിയിലുള്ള ഒരു മീനം കൂടെ കയറി കൊത്തി. നിങ്ങളുടെ മച്ചമ്പിയാണ് കൊത്തിയിരിക്കുന്നത്, വേറൊന്നുമല്ല. അതാണെന്നുള്ളൊരു ബോധം, തിരിച്ചറിവുകൾ ഗ്രാജ്വലി വരുന്നതേ ഉള്ളൂ. ഇത് ഇന്നെങ്ങാനും വരുമോ? അത് ഒരു കാര്യം വരുന്നതേ ഉള്ളൂ. പിന്നെ കൂടെ കൂടിയിരിക്കുന്ന ഒരു ആള്, ഒരാശാത്തി, കൂടെ കൂടിയിരിക്കുന്ന ആള് ഇത്തിരി എന്തെന്നാണ് വലവീശി പിടിക്കാനും പല കാര്യങ്ങൾക്കും നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്ത് വലവീശനാണെങ്കിലും എന്ത് പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമ്മതം വേണ്ടേ? അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമ്മളെ തട്ടിക്കൊണ്ടു പോകണം. അല്ലെങ്കിൽ നമ്മളോ ആരെങ്കിലും വന്നെടുത്ത്, പണ്ടൊക്കെ മറ്റേ മാരുതി വാൻ തുറക്കുമ്പോ തന്നെ ഈ സിനിമയിലൊക്കെ അങ്ങനെയല്ലേ, ഇങ്ങനെ തട്ടിക്കൊണ്ടു പോക്കില്ലേ, അതെന്തെങ്കിലും ആയിരിക്കും. ഇത് അതൊന്നും അല്ലല്ലോ. അത് നമ്മൾ ചെന്ന് വാങ്ങിക്കുന്ന പണികളാണ് ഇതൊക്കെ. ഇതിന്റെ പേരിൽ ഒരുപാട് വഴക്കുകള്, പ്രശ്നങ്ങള്, ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങള്, അതായത് ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, മണി പരമായിട്ടുള്ള, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരുപാട് ഇവരെ യൂസ് ചെയ്തിട്ട് ഇവരുടെ അടുത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അവര് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അവരെ ഒന്ന് സ്റ്റെബിലിറ്റി ആയിട്ടൊക്കെ നിർത്താൻ വേണ്ടിയിട്ടും ഇവര് പറയുന്നതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അനുസരിക്കും. നല്ല രീതിക്ക് ബ്ലാക്ക് മാജിക് അറിയാവുന്ന, നല്ല രീതിക്ക് എന്താ പറയാ, പല രീതിയിലുള്ള കുറച്ച് വൃത്തികെട്ട പരിപാടികളൊക്കെ അറിയാവുന്ന ഒരു ആളാണ് ഇവരുടെ ജീവിതത്തിൽ നിലവിലുള്ള ഒരു വ്യക്തി. ഓക്കെ, കാരണം നല്ല രീതിക്ക് ഇപ്പൊ നിങ്ങളുടെ അടുത്തായിരുന്നെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഇപ്പോ ആളുകൾ ആരെങ്കിലും കണ്ടാല് നല്ലൊരു ഫാമിലി കേട്ടോ, നല്ലൊരു കപ്പിൾ, നല്ലൊരു ജീവിതം ജീവിക്കുന്ന ആളുകൾ, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഒരു വ്യക്തി ജീവിതത്തിൽ വരികയും അവരുടെ അടുത്ത് ഇങ്ങനെ പോയി ഇൻവോൾവ് ആവുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാം മെച്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ലായ്മയുണ്ട്. മെച്യൂരിറ്റി ഇല്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചു, അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അല്ലാതെ ഒരാൾ മാത്രം സ്നേഹിക്കുക, ഞാൻ സ്നേഹിക്കില്ല അവരെന്നെ സ്നേഹിച്ചോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരാള് എനിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ തരട്ടെ, ഞാനിവിടെ തന്നെ ഇരിക്കും, എന്നെ സന്തോഷിപ്പിക്കുക, എന്നെ അങ്ങനെ ചെയ്യുക, അതൊന്നുമല്ല. നമ്മൾ ഇപ്പൊ ഒരാള് സ്നേഹിച്ചാൽ നമ്മൾ തിരിച്ച് അതേപോലെയുള്ള പരിപാടികൾ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിക്ക് അതില്ല. മറ്റുള്ളവരുടെ മനസ്സ് എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് ഞാൻ, അല്ലെങ്കിൽ ഞാൻ എത്ര വിഷമിപ്പിച്ചു, അവർക്ക് ഞാൻ എത്രമാത്രം വാല്യൂ കൊടുത്തില്ല, അവരുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടതാണ്, ഞാൻ പല റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒളിച്ചോടി, ഞാൻ പല കാര്യങ്ങളിൽ നിന്നും പിന്മാറി, ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു, ഞാൻ ഒരു സ്വപ്ന ലോകത്ത് ഒരു മിഥ്യാധാരണയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നു, അവരുടെ കൂടെ അവരുടെ വാക്കുകൾ കേട്ട് പറഞ്ഞ ഒരു സ്വപ്ന ലോകത്തെ പോലെ ഇങ്ങനെ അങ്ങോട്ട് ഉഴലുന്നു, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ്. മനസ്സിലായോ? അതൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. നിയർ ഫ്യൂച്ചറിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ, എല്ലാത്തിനും കൂടിയുള്ള ഒരു തിരിച്ചറിവ്, ഒരു കാലചക്രത്തിൻ്റെതായിട്ടുള്ള ഒരു ഗതി മാറ്റിവിടൽ. ഞാൻ പഴയ വീഡിയോ പറഞ്ഞ പോലെ പൊളിശരത്തെ മതി ട്രാക്ക് മാറ്റിക്കോ എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് ട്രാക്ക് മാറ്റുക വേണമല്ലോ. നമ്മൾ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് നമ്മൾ ഒരിക്കലും കളിക്കരുത്. മറ്റുള്ളവരുടെ ലൈഫ് നമുക്ക് എപ്പോഴെങ്കിലും പൈസ വാങ്ങിച്ച അല്ലെങ്കിൽ പൈസ കൊടുത്ത് കിട്ടുന്നതാണോ അത്? അല്ല.
നമ്മൾ ഒരിക്കലും ഒരു കണ്ണുനീരിന് നമ്മൾ ഒരു കഥാപാത്രം ആവരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മച്ചമ്പി ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതൊക്കെ ഇപ്പൊ ജീവിതത്തില് സ്വന്തമായിട്ട് വരുന്നുണ്ട്. കൂടെ നിന്ന്, അതന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പോഴും കൂടെ നിന്ന് ഓരോ വാക്കുകൾ കൊണ്ടും ചതിക്കുന്നുണ്ട്, ഓരോ നോട്ടം കൊണ്ടും ചതിക്കുന്നുണ്ട്, പല രീതിയിലും പല വിധത്തിലും. ഇനി അവർക്ക് ഫ്യൂച്ചറിൽ തന്നെ വരാൻ പോകുന്നത് തന്നെ വലിയൊരു എന്താണ്, ഒരു ബ്ലാക്ക് മെയിലിങ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ജീവിതം, മനസ്സമാധാനവും സന്തോഷമുള്ള ഒരു നല്ല ജീവിതം അവർക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? നിങ്ങൾ കാണുന്ന, നിങ്ങൾ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ മച്ചമ്പി എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കൂടെ ഇവര് വിചാരിച്ചിരിക്കുന്നത് ഇതെന്റെ സോൾമേറ്റ് ആണ്, ഇതെന്റെ പാർട്ട്ണറാണ്. അത് എന്താ പറയാ, അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. ഇവരങ്ങനെയാ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ സോൾമേറ്റ് കണക്ഷനിലോട്ടാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ പാസ്റ്റ് ലൈഫ് കണക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഒരു തിരിച്ചറിവ്, ഒരു യൂണിവേഴ്സൽ അവയർനെസ് ഇവർക്ക് ജീവിതത്തിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ വരുന്നുണ്ട്. കാരണം ഇവര് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പല രീതിയിലുള്ള തേർഡ് പാർട്ടി ഉണ്ട്. മനസ്സിലായോ? പല രീതിയിൽ. ഒരു ലവറിന്റെ രൂപത്തിലുണ്ട്, പാരൻസിന്റെ രൂപത്തിലുണ്ട്, പല വിധത്തിലുള്ള തേർഡ് പാർട്ടി ഉണ്ട്. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന തേർഡ് പാർട്ടി ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഇവരുടെ കൂടെ കൂടിയിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭാവിയിൽ പിരിമുറുക്കങ്ങൾ കൊടുക്കുന്ന ഈ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം അവര് ഈ തേർഡ് പാർട്ടി, അതായത് ഈ കൂടെ കൂടിയിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടാർഗറ്റ് ആണെന്ന് യൂണിവേഴ്സ് തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായോ? അവർ ഇത്രയും നാള് ഇപ്പൊ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ കൊണ്ടു നടക്കുന്ന വ്യക്തി അവരുടെ കാര്യത്തിന്, അവരുടെ ദേഷ്യം തീർക്കാൻ, അവരുടെ വാശി തീർക്കാൻ, അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള പല കാര്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്ന് ദൈവം മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണ്. ഈ ദൈവം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം പുള്ളിക്ക് ഈ അതായത് ഇവർക്ക് മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാതിരിക്കാം, മറ്റുള്ളവരെ വിഷമിപ്പിക്കാം, മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഇവർക്ക് അതൊന്നും ഏറ്റെടുക്കാനേ പറ്റില്ല. നിങ്ങളെ വിഷമിപ്പിക്കാം, മറ്റൊരാളെ ഇവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അത് ഇവർക്ക് താങ്ങാൻ പറ്റില്ല. ഇവർക്ക് ആ ഒരു പവർ ഉണ്ട്. അതായത് പകൽ മാന്യത്തി സൊസൈറ്റിയിൽ ഞാൻ നല്ല ഒരു നമ്പർ 1 ആയിട്ട് നടക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. അതൊന്നും പൊളിയാനായിട്ട് ഇവര് സമ്മതിക്കേയില്ല. പക്ഷേ നമ്മളാരും അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, ദൈവമല്ലേ, യൂണിവേഴ്സ് അല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അതിന് നമുക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. നമുക്ക് ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. ഇവര് പുതിയൊരു ജീവിതം ആഗ്രഹിക്കും. പക്ഷെ ആ ജീവിതം ആഗ്രഹിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു പണിയുണ്ട് കേട്ടാ. കുറച്ചൊരു പണിയുണ്ട്. പണിയില്ലാതെ പരിപാടികളൊന്നും നടക്കില്ല. റിസ്ക് എടുക്കാതെ റസ്ക് പോലും കഴിക്കാൻ പറ്റൂല. അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പല പരിപാടികളും നമ്മൾ മറ്റുള്ളവരെ ചെയ്യുമ്പോഴേ അതിനുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ബോധമൊക്കെ വരാൻ പോകുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഇവരുടെ കഥാപാത്രം ഇവര് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കേന്ദ്ര കഥാപാത്രമായിരുന്നു ഞാൻ. ഇവര് കാരണം എൻ്റെ ലൈഫ് നശിഞ്ഞു പോയി, എൻ്റെ കൂടെ കൂടിയവരെ ഞാൻ ഓർത്തില്ല, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഞാൻ പിന്തിരിഞ്ഞു, എന്നെ പ്രഷ്യസ് ആയിട്ട് പല ആളുകളും എന്നെ കൊണ്ട് നടന്നിരുന്നു, അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതൊക്കെ യൂണിവേഴ്സ് കൊടുക്കുന്നേ. യൂണിവേഴ്സൽ അവയർനെസ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എപ്പോഴും എൻ്റെ അച്ഛൻ പറയുന്ന പോലെ നമുക്ക് 4 വശത്തു നിന്നുള്ള വടിയല്ലേ തടുക്കാൻ പറ്റുള്ളൂ. മുകളിൽ നിന്നുള്ള ഒരു വടി വരില്ലേ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണോട് എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകളോടൊന്നും ഇപ്പൊ കാണുന്നവരായിട്ട് എനിക്ക് യാതൊരുവിധ ഇതുമില്ല. കാരണം മാഡം എന്താണ് ഇങ്ങനെയൊക്കെ പറയണെന്ന് വിചാരിക്കും.
എന്താ എനിക്ക് അവർക്ക് കൊടുക്കാൻ എന്താ, അവർക്ക് കർമ്മ കിട്ടണമെന്ന് മാഡം എന്താണ് ആഗ്രഹിക്കണേന്നൊക്കെ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പല ആളുകളല്ല, ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വിധത്തിലുള്ള കേസുകൾ കേൾക്കാറുള്ളതാണ്. അപ്പൊ എൻ്റെ അടുത്ത് കരയുമ്പോ, എൻ്റെ അടുത്ത് വിഷമിക്കുമ്പോ, ഞാനത് കേട്ടോണ്ടിരിക്കുമ്പോ ഞാനൊരു ഹ്യൂമൻ ബീങ് അല്ലേ, എനിക്കില്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. ഒരാൾ ഇത്രയും വിഷമിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ ഇത്രയും കരയുന്നു എന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം കേൾക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. കണ്ണുനീര് ആരാണെങ്കിലും നമ്മള് കേൾക്കുന്നില്ല, കാണുന്നില്ല, ഒരിക്കലും കാണാത്തവരാണെങ്കിലും കണ്ണുനീര് എപ്പോഴും കണ്ണുനീരല്ലേ. അത് കാണാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കണ്ണുനീരൊക്കെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കർമ്മഫലം അത് കിട്ടിയല്ലേ പറ്റുള്ളൂ. അല്ലാതെ അതിനാരും കൂട്ടു നിൽക്കുന്നൊന്നുമല്ല. ഇത് ദൈവമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? നമുക്ക് യൂണിവേഴ്സൽ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ. Signs and reminders, romance and connections, sacred plan, healing energy, surrender. അതായത് നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, പല വിധത്തിലുള്ള പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ അർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വ്യക്തത വരുത്താൻ, ക്ലാരിറ്റി വരുത്താനാണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾ പല ആളുകളുടെ അടുത്തും നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്തൊന്ന് ഹെൽപ്പ് ചോദിക്കുക. ഹീലിംഗ് എനർജി, മനസ്സിപ്പോഴും ഹീൽഡ് ആയിട്ടില്ല, മനസ്സൊക്കെ ഒന്ന് ശരിയാക്കുക. കാരണം നമ്മൾ മനസ്സ് ഹീൽഡ് ആയാലേ നമ്മളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഹീൽഡ് ആവുള്ളൂ. നമ്മൾ സന്തോഷമാണെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവർക്കും സന്തോഷമാണ്. നമ്മൾ ആ ഒരു പോസിറ്റീവ് വൈബ് ചില ആളുകൾ കൂടെ ഉള്ളവർക്കും കൊടുക്കും. ഇപ്പൊ ഇത് നമ്മൾ നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൂടെ ഉള്ളവരും നെഗറ്റീവ് ആവും. റൊമാൻസ് ആൻഡ് കണക്ഷൻ, പ്രേമിക്കുമ്പോൾ അപ്പൊ അത് റൊമാൻസ് ആൻഡ് കണക്ഷൻ അത് ഞാൻ പറഞ്ഞുതരണ, അത് തന്നെ. സയൻസ് ആൻഡ് റിമൈൻഡേഴ്സ്, നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, സ്പിരിച്വൽ ജേണിയിലുള്ള ആളുകളുടെ സംസാരം കേൾക്കുന്നുണ്ടാകാം, സ്പിരിച്വൽ ജേണി വർക്കേഴ്സിനോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവാം. സേക്രഡ് പ്ലാൻ, നമ്മൾ അവിടെ ഇവിടെയും പല കാര്യങ്ങളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊക്കെ ഒന്ന് നമ്മളുടേതായിട്ട് കൊണ്ടുവരേണ്ടവൻ മാത്രം നമ്മളുടെ സോളിലോട്ട് കൊണ്ടുവരും. അല്ലാതെ നിങ്ങളിപ്പോ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ റഷ്യയിൽ നടക്കുന്ന ആണവ കരാറിനെ പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? വേണ്ട, ഇല്ല. ഇപ്പൊ ഞാനിവിടെ നിക്കണേണ്, ഞാനിപ്പോ കൊച്ചിയിലാണ്, അല്ലെങ്കിൽ ഞാൻ എറണാകുളത്താണ്, UK ഇടിവെട്ടുണ്ട്, ഞാനിവിടെ ഇടിവെട്ട് മഴ നടക്കുവാണ്, ഞാനിവിടെ കുടയും പിടിച്ചോണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അവനവന്റെ കുറച്ച് കാര്യങ്ങള് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലാതെ അവിടെ നടക്കണത് ഇവിടെ നടക്കണത് അവിടെ അയ്യോ അതെന്ത് ചെയ്യും, അയ്യോ ഇതെന്ത് ചെയ്യും, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതൊക്കെ വിടുന്നേ. ഇത് മനുഷ്യനായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? എല്ലാവർക്കും ഓരോ സമയമുണ്ട്. ആരും സമയം ഒരു നല്ല സമയം ഇല്ലാത്ത ഈ ലോകത്ത് ഒരു മനുഷ്യനെയും ദൈവം സൃഷ്ടിക്കില്ല, യൂണിവേഴ്സ് സൃഷ്ടിക്കില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളും ഉണ്ട്, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് നമ്മള് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അല്ലാതെ അവിടെ ഇരുന്ന് നിങ്ങൾ ഉറക്കവും കളഞ്ഞ് നിങ്ങൾ പ്രഷർ അടിച്ച് നിങ്ങൾ അത് എനിക്ക് ആ അസുഖമുണ്ടോ, എനിക്ക് ഈ അസുഖമുണ്ടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, ഗൂഗിളിൽ തലവേദന റീസൺസ് ഗൂഗിൾ അപ്പൊ തന്നെ കാണിക്കുന്നു. നിങ്ങൾക്ക് തലവേദനയാണോ, നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങളാണ്, പക്ഷെ എന്റെ ദൈവമേ എനിക്ക് ആ അസുഖമാണോ? അങ്ങനെയൊക്കെ കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ വിട്ടുകളയുന്ന, ഒരു അസുഖത്തിനും ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത് കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ അതിന് മറ്റുള്ളവരുടെ പല കാര്യങ്ങളും പല രീതിയിലും പല വിധത്തിലും നടക്കും. എല്ലാവരുടെയും കാര്യങ്ങളില് അവരുടെ എനർജീസ് നമ്മൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കണമെന്ന് അത് അവരുടെ എനർജിയാണ്, ഇവരെന്ത് വിചാരിക്കുന്നു ഇവരുടെ എനർജിയാണ്. നിങ്ങളെന്ത് വിചാരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്ത് വിചാരിക്കുന്നു അത് എന്റെ എനർജിയാണ്. അവര് വിചാരിക്കോ ഇവര് വിചാരിക്കോ, അതൊക്കെ വിട്ടുകളാ. ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം,
പല രീതിയിലുള്ള ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളുടേതായിട്ടുള്ള പരിപാടിയിലൊക്കെ നടക്കുക. വേദന വിഷമവും ഇല്ലാത്ത ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ല. അല്ലാതെ എനിക്ക് മാത്രമാണ് എല്ലാം, എൻ്റെ കാര്യങ്ങൾ മാത്രം ഒന്നും നടക്കുന്നില്ല, ഞാൻ മാത്രമാണ് കരയുന്നത്, ഞാൻ മാത്രമാണ് അങ്ങനെ എന്നുള്ള ചിന്താഗതി മാറ്റുക. എല്ലാവർക്കും എല്ലാ രീതിയിൽ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളെ കാണിച്ച് ഒരാള് ഒരു സ്റ്റാറ്റസ് ഇടുവാണ്, അയാൾ ഒരു കാർ മേടിക്കുന്നതിന്റെ സ്റ്റാറ്റസ് ഇടും, അല്ലെ ഒരു വീട് വെച്ചതിന്റെ ഹൗസ് വാമിങ് സ്റ്റാറ്റസ് ഇടും, തറക്കല്ലിടുന്നതിന്റെ സ്റ്റാറ്റസ് ഇടും, കല്യാണം, എൻഗേജ്മെന്റ്, കുട്ടിയുടെ നൂലുകെട്ട് എല്ലാം സ്റ്റാറ്റസ് ഇടും. ഒരാൾ വീട് വിൽക്കുന്നതിന്റെ സ്റ്റാറ്റസ് ഇടുവോ? വളരെ ഒരു മൈന്യൂട്ടായിട്ട് ഒരു 1% ഒക്കെ ചിലപ്പോൾ ഇടുവോ. അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്താണ് ഈ പറയുന്ന പോലെ ഭാര്യ ഒളിച്ചോടി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ ലവർ എന്നെ അങ്ങനെ ഇതാക്കി കൊണ്ടുപോയി, അത് അങ്ങനെ എല്ലാവരും സ്റ്റാറ്റസ് ഇടുവോ? അങ്ങനെയൊന്നും സ്റ്റാറ്റസുകളൊന്നും ഇടുകയൊന്നുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷ സ്റ്റാറ്റസുകളാണ് അവരുടെ ജീവിതം എന്ന് വിലയിരുത്താതിരിക്കുക. എനിക്ക് മാത്രമാണ് വിഷമവും ദുഃഖവും ഉള്ളത്, മറ്റുള്ളവരൊക്കെ നല്ല രീതിക്ക് പല എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, അപ്പൊ അവരുടെ ലൈഫ് മുഴുവൻ ഹാപ്പിയാണ്, ഞാൻ മാത്രം ഇങ്ങനെ ദുഃഖമായിട്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ ആണ് ഒരാളുടെ ലൈഫ് എന്ന് വിലയിരുത്താതിരിക്കുക. ഓക്കെ, എല്ലാവരും അവരവരുടെ, ഇപ്പൊ നമ്മളാണെങ്കിൽ ആരാണെങ്കിലും അവരവരുടെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലേ സ്റ്റാറ്റസ് ഇടാൻ നോക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള എന്താ പറയാ വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആളുകളെ അതൊക്കെ ഇടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, മറ്റുള്ളവരുടെ എനർജി നമ്മൾ വെക്കാതിരിക്കുക. നമ്മൾ നമ്മളുടെ എനർജിയിൽ നമ്മൾക്ക് സംഭവിച്ചത് സംഭവിച്ചു, ഇനി അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നെഗറ്റീവിലോട്ട് പോവാതെ പോസിറ്റീവിലോട്ട് വരിക. താൻ പാതി ദൈവം പാതി, നിങ്ങൾ ചെയ്യാനുള്ള കർമ്മം നിങ്ങൾ ചെയ്യുക, ബാക്കി യൂണിവേഴ്സ് കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഒന്നും കണക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.